ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബിരിയാണി റെസിപ്പിയാണ്. മട്ടൻ ബിരിയാണി റെസിപ്പിയാണ്. എല്ലാ ബിരിയാണി റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, പക്ഷേ വോയിസ് ഓവറിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ബിരിയാണി റെസിപ്പി ഇടുന്നത്. അപ്പോൾ മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു വലിയ ബിരിയാണി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഡാൽഡയിലും നെയ്യും കൂടി ചേർത്തിട്ടാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് മുതൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. എനിക്ക് ആ ഒരു ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ആദ്യം ഡാൽഡ ചേർത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. പിന്നെ നമുക്ക് കാഷ്യൂം കിസ്മിസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനായിട്ട് വേറെ ഓയിലും നെയ്യൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തെടുത്തിട്ട് ആ ഓയിൽ നമുക്ക് ബിരിയാണിക്കുള്ള മസാല സവാളൊക്കെ വഴറ്റിയെടുക്കാം. വീണ്ടും കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മീൻസ് ഡാൽഡ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പശു നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള വഴറ്റായിടാം. ഞാനിവിടെ ഒരു 1.25 അടുത്ത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 8 സവാളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നല്ല തിന്നായിട്ട് ചോപ്പ് ചെയ്ത സവാളാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാല ആയി വരുമ്പോഴത്തേനും അത് നന്നായിട്ട് അതിൽ മെൽറ്റായിക്കോളും. അപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ബിരിയാണിക്ക് എപ്പോഴും സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഉണ്ട വലിയ വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 2.5 ഉണ്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതൊക്കെ കൂടി പേസ്റ്റാക്കിയതാണത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് 5 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇതിൽ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതലും കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. ഒരു 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പിനടുത്ത് തൈര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വെക്കാം. അപ്പോൾ അതിന് ആദ്യം ഒരു വലിയ ചെമ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പട്ട, ഒരു വലിയ കഷ്ണം, പിന്നെ ഒരു 4-5 ഏലക്ക, പിന്നെ ഒരു 5-6 ഗ്രാമ്പു ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ നെയ്യോട് ചേർത്ത് കൊടുക്കാം. നമുക്കത് മൂടി വെക്കാം. അതവിടെ തിളക്കട്ടെ. ഞാൻ ബിരിയാണിക്കായിട്ട് ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് കഴുകി ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇത് തിളക്കുന്ന ടൈം ആകുമ്പോഴേക്കും അത് കുതിർന്നോളും. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്, വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ച അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ വേവട്ടെ. അപ്പോൾ നമുക്ക് മട്ടൻ ഒന്ന് വേവിക്കാൻ വെക്കാം. ഞാൻ ഇവിടെ 1.5 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ, കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ അടുത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുക്കർ അടച്ച് അത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഓരോ കുക്കറിനും മട്ടനും അനുസരിച്ച് വേവ് മാറ്റമുണ്ടായിരിക്കും. ഇത് കുറച്ച് വേവുള്ള മട്ടനാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് ഇവിടെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം, അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വെന്ത് വന്ന മട്ടൺ നമുക്ക് മസാലയിലേക്ക്, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ മട്ടനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മട്ടൻ വേവിച്ച വെള്ളം കുറച്ച് ബാക്കിയുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള നമ്മൾ വറ്റിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഡയറക്റ്റ് അതിൽ തന്നെയാണ് റൈസ് ഇടുന്നത്, ആ പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത്. വലിയ പാത്രം ആയതുകൊണ്ട് അതിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, മല്ലി, പുതിന, പിന്നെ കാഷ്യൂ, കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും ചെയ്യാം. മല്ലി, പുതിന, ഫ്രൈഡ് ഓണിയൻ,
കാഷ്യൂ, കിസ്മിസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ നെയ്യ് മേലെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് ഇത് കവർ ചെയ്തിട്ട് നമുക്കൊരു ദോശപ്പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഏത് പാനിൻ്റെ മുകളിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം, പക്ഷേ അടി നല്ല കട്ടി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഒരു 10-15 മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ദം ചെയ്തെടുക്കണം. ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് 15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ദം ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയും റൈസും ഒക്കെ തമ്മിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെർവ് ചെയ്യാം നമുക്കത്. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം.